കണ്ണുകൊണ്ട് കാണുന്നവർ അവർ കാഴ്ചയുള്ളവരെന്ന് സമൂഹം വിളിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് കാണാത്തവരെ അന്ധരെന്ന് സുവിശേഷം എന്ന് വിളിക്കുകയാണ്. കലാത്ഭവൻ മണിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂയുടെ ഇടയിലേക്ക് ഒരു ബുദ്ധി കുറഞ്ഞ ഒരു പയ്യൻ കടന്നു വന്നിട്ട് കലാഭവൻ മണിയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന സിനിമയിൽ അഭിനയിച്ച ആളല്ലേ, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ എന്നൊക്കെ ചോദിച്ച് കലാഭവൻ മണിയോട് ചോദിക്കുന്നു. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വരികയാണ്. അപ്പോൾ ആ സ്റ്റുഡിയോയിലുള്ളവരൊക്കെ ഭക്ഷണത്തിനായിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞിനെ, ഈ ബുദ്ധി കുറഞ്ഞ മകനെ പുറത്താക്കുകയാണ് ആ സ്റ്റേജിൽ നിന്നും. അപ്പോൾ ആ കുട്ടി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണോ? അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത്, 5 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടെന്ന്. പലപ്പോഴും മറ്റുള്ളവരുടെ വേദനയും സങ്കടവും കാണാൻ പറ്റാത്തവരൊക്കെ അന്ധരല്ലേ? ഈ അന്ധത ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഒരുപാടുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് കാണാൻ സാധിക്കാത്തവർ, ഉള്ളുകൊണ്ട് അപരൻ്റെ ദുഃഖം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരിന്ന് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഹൃദയം കൊണ്ട് നമുക്കൊന്ന് കാണാൻ പഠിക്കാം. ഹൃദയമുള്ളവർക്ക് മാത്രമാണ് അപരൻ്റെ ദുഃഖങ്ങൾ കാണാൻ പറ്റുള്ളൂ. നമ്മൾ പണ്ടൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വേദന അനുഭവിക്കുന്ന, ചിലപ്പോൾ നമ്മളെക്കാളും പ്രായമുള്ളവരൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ സീറ്റ് മാറി കൊടുക്കാറുണ്ട് അല്ലേ, നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൊടുക്കും. പക്ഷെ ഇന്ന് മുതിർന്നവരെ കാണുമ്പോൾ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ, നമ്മൾ അവരെ മാനിക്കാത്ത രീതിയിലേക്കൊക്കെ നമ്മളിന്ന് മാറിക്കഴിഞ്ഞു. സമൂഹം അങ്ങനെയൊക്കെ ഒരു അവോയ്ഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഹൃദയത്തിൽ നന്മയുള്ളവർക്കാണ് അപരൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, ആ ദുഃഖങ്ങൾ ഒപ്പിയെടുക്കാൻ പറ്റുക. സുവിശേഷത്തിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് അവൻ ദൈവമാണെന്ന് മനസ്സിലാക്കാതെ പോയ യഹൂദരെ വിളിക്കുന്ന പേരാണ് ഈശോ അന്ധരെന്ന്. നോക്കിയേ, ഹൃദയം കൊണ്ടൊന്ന് കാണാൻ പഠിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് വിശ്വാസത്തിൻ്റെ തലത്തിലൊക്കെ ഒരുപാട് വളർന്നിട്ടും മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ മാറിപ്പോകുമ്പോഴാണ് ഇവിടെ അന്ധത പെരുകുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വർഗീയതയുടെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആത്മീയ അന്ധത ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഇന്ന് വളരുന്നുണ്ടെന്നുള്ളൊരു അപകടകരമായിട്ടുള്ള സാധ്യത നമ്മളിന്ന് കുറേയും കൂടിയും ഭയത്തോടും ജാഗ്രതയോടും കൂടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഹൃദയം കൊണ്ടൊന്ന് കാണാൻ, ആ ഹൃദയം കൊണ്ടൊന്ന് കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ, ആ വേദനകളോടൊന്ന് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ആ വേദനിക്കുന്നവരോട് കൂടെ ആയിരുന്നു കൊണ്ട് അവരുടെ സങ്കടങ്ങളൊന്ന് ഒപ്പിയെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.